ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇഫ് എന്ന് പറഞ്ഞ പോയും അതിൻ്റെ സമ്മറിയും അതെങ്ങനെയാണ്, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയണത് എന്നുള്ളതാണ് നോക്കണേ. സോ ഈ ഇഫ് എന്നുള്ള പോയം എഴുതിയിട്ടുള്ളത് റുദിയാർഡ് കിപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് പോയറ്റാണ്. നമുക്കറിയാം ഇഫ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കണ്ടീഷനാണ് അല്ലെ ഇഫ് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നുള്ള എങ്കിൽ എന്നുള്ളതാണ് ആ ഇഫ് എന്നുള്ള ഒരു വേർഡ് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഫാദർ സ്വന്തം മകന് ഉപദേശിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ. നീ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാദർ അവരെ മകനെ ഉപദേശിക്കുന്നതിൻ്റെ ഒരു ഡിഡാക്റ്റിക് ഫോമിലാണ്, ഒരു ഉപദേശം എന്നുള്ള ഫോമിലാണ് ഒരു പോയം എഴുതിയിട്ടുള്ളത്. സോ ഫാദർ മകന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഒരു കോൺവെർസേഷൻ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഉപദേശം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് നമ്മുടെ പോയറ്റായിട്ടുള്ള റുദിയാർഡ് കിപ്ലിംഗ് ആണ്. സോ ആദ്യം നമുക്ക് ആ ഇഫ് എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ തുടങ്ങാം. കാരണം ഇഫ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ ആ ടൈറ്റിലിൻ്റെ പ്രത്യേകത എന്താ? ദ ടൈറ്റിൽ ഇഫ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് അല്ലെ. ഇതിൽ ഈ ഒരു പോയത്തിന് ഇതിലും നല്ലൊരു യോജിച്ച മറ്റൊരു പേര് ഉണ്ടായിരിക്കില്ല. കാരണം അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഹെഡ്ലൈനാണ്, ഈ ഒരു ടൈറ്റിലാണ് ഈ ഇഫ് എന്ന് പറയുന്നത്. ദ whole poem is built on conditions. The poet lists several qualities and virtues a person must develop to become a complete human being. സോ ഈ ഒരു പോയത്തിൽ ഒരുപാട് കണ്ടീഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസ് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇഫ് എന്നുള്ളതാണ് ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും മികച്ചതായിട്ടുള്ളൊരു ടൈറ്റിൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പോയത്തിൽ ഫാദർ തൻ്റെ മകന് നല്ല ഭാവിയിൽ എത്തണമെങ്കിൽ അല്ലെങ്കിൽ നാളെ നല്ലൊരാളായിട്ട് മാറണമെങ്കിൽ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഉപദേശിക്കുന്നതാണ് ഈ ഒരു പോയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ടൈറ്റിലിൻ്റെ മെയിൻ കാര്യം, മെയിൻലി സിഗ്നിഫിക്കൻറ്റ് റോളായിട്ട് വരുന്നത്. നെക്സ്റ്റ് പോയറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു റുദിയാർഡ് കിപ്ലിംഗ് എന്ന് പറഞ്ഞ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ആൻഡ് റൈറ്ററാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഇൻ ദിസ് പോം ഹി ഗീവ്സ് fatherly advice to his son about how to face life bravely and wisely. ഓക്കെ, നമ്മുടെ ലൈഫ് നമ്മളെങ്ങനെ ധൈര്യപൂർവ്വമായിട്ടും ബുദ്ധിപൂർവ്വവും നേരിടണം എന്നുള്ളത് സ്വന്തം ഫാദർ തൻ്റെ മകനെ ഉപദേശിക്കുന്ന ഒരു ടോണിലാണ്, ഉപദേശിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഈ പോയത്തിൻ്റെ മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ ദ സെൻട്രൽ തീം ഓഫ് ദ പോം ഈസ് സെൽഫ് കൺട്രോൾ. ഏതൊരു സിറ്റുവേഷൻ നമ്മൾ സെൽഫ് കൺട്രോൾഡ് ആയിരിക്കണം. നമുക്ക് ദേഷ്യമാണെങ്കിലും നമ്മൾ ഏതൊരു ഇമോഷൻ ആണെങ്കിലും അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. പേഷ്യൻസ്, നമ്മൾ ക്ഷമ ഉള്ളവരായിരിക്കണം അല്ലെ. എല്ലാ സിറ്റുവേഷൻസും പേഷ്യൻസോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ആളുകളായി മാറണം. കറേജ്, ധൈര്യം ഉണ്ടാവണം. ലൈഫിൽ എന്തെല്ലാം പോയിന്റുകൾ വന്നാലും ഭയങ്കര കറേജിയസ് ആയിട്ട് ധൈര്യത്തോടു കൂടി നേരിടാനുള്ള കഴിവുള്ളവരായിരിക്കണം. ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. നമ്മളെങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിറ്റർമൈൻഡ് ആയിരിക്കണം എന്ത് ചെയ്യുമ്പോഴും. ഹ്യൂമിലിറ്റി അല്ലെ, മറ്റാളുകളുമായിട്ട് നല്ല രീതിക്ക് പെരുമാറാനുള്ളൊരു കഴിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈക്വാലിറ്റി, എല്ലാവരും ഈക്വൽ ആണെന്നുള്ള തോന്നലോട് കൂടിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ടൈം മാനേജ്മെൻറ്റ്, കൃത്യമായിട്ട് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാത്തൊരു സംഭവം. സോ ഓരോ സമയത്തും വെറുതെ ഇരിക്കാണ്ട് കുറേ ഫോണിൽ നോക്കി കളിക്കാണ്ട് എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഓരോ ടൈമിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഐഡിയാസ് ആൻഡ് തീംസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, ഒരു പോയത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ്? സെൽഫ് കൺട്രോൾ പറയുന്നുണ്ട്, പേഷ്യൻസ് പറയുന്നുണ്ട്, കറേജ്, ഡിറ്റർമിനേഷൻ, ഹ്യൂമിലിറ്റി, ഈക്വാലിറ്റി, ടൈം മാനേജ്മെൻറ്റ്. ഇതെല്ലാം നമ്മൾ ലൈഫിൽ റെഡി ആയിട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ നല്ലൊരു റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് മാറാൻ സാധിക്കുള്ളൂ. ദ പോയം teaches how to remain balanced in success and failure and how to become a mature responsible person. ഓക്കെ, നമ്മൾ ലൈഫിൽ എങ്ങനെ വേണം, നമ്മൾ ലൈഫിനെ സക്സസ്സും ഫെയിലറും ഒരു ലൈഫിൽ കോമൺ ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. സങ്കടങ്ങൾ നമ്മൾ എങ്ങനെ സന്തോഷങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, സങ്കടങ്ങളും കൈകാര്യം ചെയ്യണം. കാരണം രണ്ടും കൂടെ ഒരുമിച്ചുള്ളതിനെ ലൈഫ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. സോ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും അത് സക്സസ് ആയിക്കോട്ടെ ഫെയിലർ ആയിക്കോട്ടെ എന്ത് വന്നാലും നീ അതിനെ ബാലൻസ് ആയിട്ട് പോവണം. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് എന്തായി കോഞ്ഞാട്ടായി. പക്ഷെ കൊണ്ടുപോവുകയാണെങ്കിൽ നീ ലൈഫിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് മാറുമെന്ന് ഫാദർ സ്വന്തം മകന് പറഞ്ഞു കൊടുക്കുകയാണ്.
ആൻഡ് ഇതിൻ്റെ ടോൺ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഡൈഡാക്റ്റിക് ഫോമിൽ എന്ന് വെച്ചാൽ ഉപദേശിക്കുന്ന ഒരു ഫോമിലാണ് ടീച്ചിങ് മോറൽ ലെസൺസ് സ്വന്തം നമ്മൾ ഒരു കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉപദേശങ്ങൾ നൽകുന്നതിനാണ് ഡൈഡാക്റ്റിക് ഫോം എന്ന് പറയുക. ആ ഒരു ടോണിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇൻസ്പിരേഷൻ, നമുക്കിത് വായിക്കുമ്പോൾ നമ്മളിൽ തന്നെ ഒരാളായി നമുക്ക് തന്നെ മാറണം, അല്ലെങ്കിൽ ഓക്കെ ഇനി മുതൽ എൻ്റെ ലൈഫിൽ സെൽഫ് കൺട്രോൾ കൊണ്ടുവരും, പേഷ്യൻസ് ഉണ്ടാവും, എൻകറേജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ കൊണ്ടുവരാവുന്ന രീതിക്കുള്ള നമുക്കൊരു ഇൻസ്പിരേഷനിലാണ്. അതുപോലെ തന്നെ എൻകറേജിങ് ആണ്, നമുക്ക് എന്തും ചെയ്യാൻ ഉള്ള രീതിയിൽ ഞാൻ ഇനി ലൈഫിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യും എന്നുള്ള രീതിക്ക് നമ്മളും ഇൻസ്പയർ ആവുന്ന, നമ്മളും എൻകറേജ് ആവുന്ന തരത്തിലാണ് ഈ ഒരു പോയത്തിൻ്റെ ടോണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഫാദർ അഡ്വൈസിങ് സൺ വിത്ത് ലവ് ആൻഡ് വിസ്ഡം. ഓക്കെ, ഇതിൽ ഫാദർ സ്വന്തം മകന് ഉപദേശം നൽകുകയാണ്. അത് ചീത്ത പറഞ്ഞിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ അല്ല, സ്നേഹത്തോട് കൂടിയിട്ട് തൻ്റെ ലൈഫിൽ തനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരാം എന്ന് പറഞ്ഞിട്ട് ഫാദർ സ്വന്തം ലൈഫിൽ നിന്നും സ്നേഹത്തോടു കൂടിയിട്ട് തൻ്റെ അറിവുകൾ സ്വന്തം മകന് പകർന്നു കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഇൻസ്പിരേഷണൽ ആൻഡ് എൻകറേജിങ് പോമായി മാറിയത്. ആൻഡ് ഇതിൽ വരുന്ന പോയറ്റിക് ഡിവൈസുകൾ എന്ന് പറയുന്നത് ആനഫോറ, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ എന്നുള്ളതാണ്. ആനഫോറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേ ലൈനിൽ ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇഫ് എന്നുള്ള ലൈന് ഓരോ വരിയുടെ ബിഗിനിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ആനഫോറ ഉപയോഗിച്ചിട്ടുണ്ട്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ലൈക്കും മാസും വെച്ച് വരാത്ത കമ്പാരിസനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുക. സോ ട്രിംഫ് ആൻഡ് ഡിസാസ്റ്റർ ആർ കോൾ ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ലൈനിൽ മെറ്റഫേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളെ ജീവനില്ലാത്ത വസ്തുക്കളുമായിട്ട് കമ്പയർ ചെയ്യുക. ഹ്യൂമൻ ക്വാളിറ്റീസിനെ നോൺ ഹ്യൂമൻ എൻറ്റിറ്റീസിനെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുന്ന രീതിയിലാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുക. സോ വില്ല് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ്, അത് എന്ത് ചെയ്തിട്ടുണ്ട്, പോയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് അലിറ്ററേഷൻ. ഓക്കെ, അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ആണ്. സോ ഹേർട്ട് ആൻഡ് നെർവ് ആൻഡ് സ്നൂ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ അലിറ്ററേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ. ജസ്റ്റ് ലൈനുകളൊന്നും ഓർമ്മയില്ലെങ്കിലും കറക്റ്റ് ഏതൊക്കെ പോയറ്റിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് മൈൻഡിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ആൻഡ് ഇത് പോത്തിന് മെസ്സേജ് ആൻഡ് മോറൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു അച്ഛൻ സ്വന്തം മകന് ഉപദേശം നൽകുകയാണ്, ഇങ്ങനെ കാര്യങ്ങൾ നീ ലൈഫിൽ ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് ദ പോയം ടീച്ചേഴ്സ് സ്റ്റേ കാം ഇൻ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ്. ലൈഫിൽ എത്രയൊക്കെ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ ആ സിറ്റുവേഷൻസിലൊക്കെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അതിനെ നേരിടും. അതല്ലാതെ ഒരു ലൈഫിൽ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ വന്നു എന്ന് കരുതി നമുക്ക് കുറേ കരയാനോ അല്ലെങ്കിൽ കുറേ ഇല്ലാണ്ടാവാനോ കഴിയില്ല. സോ എവറി സിറ്റുവേഷൻ, ലൈഫിലെ ഓരോ സിറ്റുവേഷനെയും കാമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ടു ഫേസ് ചെയ്യുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. സോ നമ്മളിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് തരണം ചെയ്യാമെന്നുള്ളൊരു സംഭവം നമ്മളിൽ ഉണ്ടാവും. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. ബി പേഷ്യൻ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ. നമ്മൾ ഭയങ്കര പേഷ്യൻ്റായിട്ട് ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് സത്യസന്ധരായിട്ട് ജീവിക്കുക. എന്ത് വന്നാലും അത് നുണ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ചതിച്ചും പരിച്ചും നേരിടാതെ വളരെ പേഷ്യൻ്റോട് കൂടിയിട്ട് വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളരുക. ട്രീറ്റ് സക്സസ് ആൻഡ് ഫെയിലർ ഈക്വലി. ലൈഫാണ്, സക്സസ്സും ഉണ്ടാവും ഫെയിലറും ഉണ്ടാവും. സോ രണ്ടെണ്ണത്തെ നമ്മൾ ഈക്വലി എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക. വർക്ക് ഹാർഡ് ആൻഡ് വാല്യൂ ടൈം. നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, സമയത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബി ഹംബിൾ വിത്ത് ഓൾ പീപ്പിൾ. എല്ലാ ആളുകളോടും ഹംബിളായിട്ട് പെരുമാറാൻ പഠിക്കുക. എല്ലാവരോടും നമ്മൾ ഭയങ്കര സോഫ്റ്റായിട്ട് ഹംബിളായിട്ട് ദേഷ്യപ്പെടാതെ പ്രതികാരവും വിദ്വേഷവും വെക്കാതെ ജീവിക്കാനും പഠിക്കുക. ഇഫ് വി ഫോളോ ദീസ് വാല്യൂസ് വി വിൽ ബിക്കം എ ട്രൂ ഹ്യൂമൻ ബീയിങ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു ട്രൂ ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുമെന്നാണ് ഫാദർ സ്വന്തം മകനോട് പറഞ്ഞത്. ശരിയല്ലേ? നമുക്കും നമ്മുടെ ലൈഫിൽ അതെന്ത് ചെയ്യാം, ഇൻസ്പിറേഷണലായിട്ട് എടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാ സിറ്റുവേഷനെയും ഭയങ്കര കാം ആൻഡ് ക്വയറ്റായി നേരിടുക, സക്സസിനെയും ഫെയിലറിനെയും ഈക്വലായിട്ട് കണക്കാക്കുക ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിൽ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറാൻ പറ്റും. ആൻഡ് ദ പോയം ഈസ് എ പവർഫുൾ മോറൽ ലെസൺ ഫോർ യങ് പീപ്പിൾ. അല്ലെ, യങ് പീപ്പിൾ ആയിട്ടുള്ള യുവതലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഒരു മോറൽ ആയിട്ടുള്ള ലെസൺ ആണ്, ഒരു പോയമാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്.
ഇറ്റ് ഗൈഡ്സ് അസ് ടു ബിൽഡ് സ്ട്രോങ് ക്യാരക്ടർ ആൻഡ് ഫേസ് ലൈഫ് വിത്ത് കറേജ് ആൻഡ് കോൺഫിഡൻസ്. അല്ലെ, നമ്മളിൽ നല്ലൊരു സ്ട്രോങ് ക്യാരക്ടർ ഉണ്ടാക്കാനും, നമ്മൾ ഓക്കെയാണ് പെർഫെക്റ്റ് ആണെന്ന രീതിക്ക് നമ്മളൊരു സ്ട്രോങ് ക്യാരക്ടർ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ലൈഫിൽ എന്തെല്ലാം സിറ്റുവേഷൻസ് വന്നാലും അതിനെ നല്ല കറേജോട് കൂടിയിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് നേരിടാൻ നമുക്ക് കഴിയാനും ഈ ഒരു പോയത്തിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സോ ഈ ഒരു പോയം ഏറ്റവും ബെസ്റ്റാണ് യങ് പീപ്പിൾസിന് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഷോർട്ട് സമ്മറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഇത് പഠിക്കുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ്സിനൊക്കെ നിങ്ങൾക്ക് കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയോ ഈ ഒരു പോയത്തിൻ്റെ ബേസിലെ സമ്മറി ചോദിക്കുകയാണെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. ഇതൊരു ഷോർട്ട് സമ്മറിയാണ്, ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു സമ്മറി ആയിട്ട് എന്ത് ചെയ്യാം, എഴുതാവുന്നതാണ് എക്സാമിന് ചോദിക്കുമ്പോൾ. സോ ഷോർട്ട് സമ്മറി എന്താ പറഞ്ഞത്? This poem gives advice on how to become a strong and successful person. സോ ഈ ഒരു പോയത്തിലൂടെ ഒരാൾ എങ്ങനെ സ്ട്രോങ് അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും വരുമ്പോഴേക്കും കുറേ വിഷമിച്ച് ചെയ്താൽ നമ്മളവിടെ സക്സസ്ഫുൾ പേഴ്സൺ അല്ലെങ്കിൽ സ്ട്രോങ് പേഴ്സണായിട്ട് മാറുന്നില്ല. നമ്മൾ ലൈഫിൽ തിരിച്ചറിയാം, ഓക്കെ സക്സസ്സും ഫെയിലറും ഈക്വൽ ആണ്, അതുകൊണ്ട് ഈ സിറ്റുവേഷനെ നല്ല രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളെയും നമ്മൾ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈഫിൽ ഒരു സ്ട്രോങ് ആൻഡ് സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറുന്നു. The poet explains that a person must remain calm during success and failure. അതുപോലെ തന്നെ ലൈഫിൽ എന്ത് വന്നാലും, ഈ ഉയർച്ച വന്നാലും താഴ്ച വന്നാലും അത് രണ്ടും നമ്മൾ ഒരുപോലെ വേണം കൈകാര്യം ചെയ്യാൻ. ഒരിക്കലും ഒന്നിലും കണ്ട് നമ്മൾ അർമാദിക്കാനും പാടില്ല, ഒന്നിലും അതിരി കടന്ന് സങ്കടപ്പെടാനും പാടില്ല. ഇറ്റ്സ് ലൈഫ് എ പാർട്ട് ഓഫ് ദ ലൈഫ്. സോ അതുപോലെ കണ്ടിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. One should be patient, honest and confident even when others doubt him. അല്ലെ, മറ്റുള്ളവർക്ക് നമ്മളൊരു സംശയം ഉണ്ടെങ്കിൽ പോലും, മറ്റുള്ളവർ നമ്മളെ വില വെക്കുന്നില്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തതിൽ നമുക്ക് തെറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും എല്ലാവരും മുന്നിൽ തുറന്ന് പറയാനുള്ള ഒരു കറേജ് നമുക്ക് തീർച്ചയായിട്ടും ലൈഫിൽ ഉണ്ടായിരിക്കണം. And life will have difficulties and losses, but a strong person must continue working without giving up. അല്ലെ, ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഒരുപാട് നമ്മൾ തളർന്നിരിക്കുന്ന സിറ്റുവേഷൻസ് വന്നേക്കാം. പക്ഷേ ഒരു സ്ട്രോങ് ആയുള്ള പേഴ്സൺ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യില്ല, വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കില്ല. എല്ലാ സിറ്റുവേഷനും ഈ നല്ല രീതിക്ക് കൈകാര്യം ചെയ്ത് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് സ്ട്രോങ് ക്യാരക്ടറായിട്ട് മൂവ് ഓൺ ചെയ്യുക തന്നെ ചെയ്യുള്ളൂ. സെൽഫ് കൺട്രോൾ, കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ ദ കീ ടു സക്സസ്. അപ്പോൾ സക്സസ്സിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ്? സെൽഫ് കൺട്രോൾ. അല്ലെ, നമ്മളൊരു ഇന്റർവ്യൂവിൻ്റെ സഭയിൽ പോയി നമ്മളെ സെൽഫ് അവർ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഇഷ്ടമായില്ല, കാര്യം നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഒന്നും ഉണ്ടാവില്ല. സോ സെൽഫ് കൺട്രോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കറേജ്, എന്തിനെ നേരിടാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഡിറ്റർമിനേഷൻ, നമ്മൾ ഡിറ്റർമൈൻഡ് ആയിരിക്കണം. നമുക്കൊരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തിരിക്കണം. അത് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടായിരിക്കുള്ളൂ. ദ പോയം ടീച്ചേഴ്സ് മോറൽ വാല്യൂസ് ആൻഡ് ക്യാരക്ടർ ബിൽഡിങ്. പലതരത്തിലുള്ള മോറൽ വാല്യൂസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരാളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, ക്യാരക്ടർ ഫോർമേഷൻ, ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, വളർന്നു വരുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു ഉപദേശമാണ് ഒരു ഫാദറിന് ഒരു മകന് കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല ഉപദേശം ആണ് ഈ ഒരു പോയത്തിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ സമ്മറി എഴുതുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതും ആഡ് ചെയ്തിട്ട് ഒരു സമ്മറി ആക്കിയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ.